ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻ റിക്കർഷനെ പറ്റിയിട്ടാണ്. എന്താണ് റിക്കർഷൻ? എന്താണ് റിക്കർഷൻ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൺ സെക്കൻഡ്. അപ്പം റിക്കർഷനെ പറ്റി പറയുവാണെങ്കിൽ എന്താണ്, നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതായത് ഫങ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ് എന്ന് പറയാം. ഫങ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ് പറയുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ തോന്നും അല്ലേ? എന്താണ് ഫങ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നോർമലി നമ്മളിപ്പം എന്താണ് ഒരു ഫങ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, ഒരു ഫങ്ഷൻ എങ്ങനെയാണ് ഫങ്ഷൻ എഴുതുന്നത്? ഡെഫ്, ഞാനിപ്പോൾ ഫങ്ഷൻ നെയിം എന്ന് തന്നെ ഫങ്ഷന് പേര് കൊടുക്കുവാണേ. ഫങ്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഞാനിപ്പോൾ എന്താണ് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ചുമ്മാ ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതുവാണേ. നമ്മൾ നോർമലി എങ്ങനെയാണ് ഫങ്ഷൻ കോൾ ചെയ്യുന്നത്? പുറമേ ആണല്ലേ, ലൈക്ക് എന്നിട്ട് നമ്മളിപ്പം എന്താണ് ഫംഗ്ഷൻ്റെ ബോഡി, അതായത് എന്താണോ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊക്കെ ബോഡി ഓഫ് ദി ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ബോഡി ഓഫ് ദി ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ പുറത്തായിരിക്കും അല്ലേ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ നെയിം വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുക അല്ലേ. ഓക്കെ, ഫംഗ്ഷൻ്റെ നെയിം വെച്ച് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യും. പക്ഷേ റിക്കർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യും, ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്ത് തന്നെ ഫംഗ്ഷൻ്റെ ഒരു കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ അകത്ത് വെച്ച് തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ആൻഡ് കോളിംഗ് ഇറ്റ് സെൽഫ്. ഫംഗ്ഷൻ അകത്ത് തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ, നമ്മൾ പുറത്ത് വെച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകും, ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലോട്ട് പോകും. ഡെഫിനിഷൻ അകത്ത് എന്താണ്, ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്യുവാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അതായത് ഫംഗ്ഷൻ നെയിമിലോട്ട് പോകുന്നു, ലൈക്ക് ഐ മീൻ ഡെഫിനേഷനിലോട്ട്, അതായത് ഫസ്റ്റ് ലൈനിലോട്ട്, ഹെഡറിലോട്ട് വീണ്ടും വരും. എന്നിട്ട് വീണ്ടും അത് ലൈക്ക് ഒരു ലൂപ്പ് മാതിരി ഇതിങ്ങനെ എന്താണ് ഫംഗ്ഷൻ വീണ്ടും 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 അൺടിൽ ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഉണ്ടാവുന്നത് വരെ എന്താണ് ഫംഗ്ഷൻ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയാണ് എന്ത് പറയുന്നത്, റിക്കർഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രോഗ്രാം എഴുതാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും എന്താണെന്നുള്ളത്. അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുള്ളത്, എന്ത് ബേസ് കണ്ടീഷൻ ഓഫ് റിക്കർഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ബേസ് കണ്ടീഷൻ അതായത് ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇസ് എ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ when function stops calling itself. ഓക്കെ, എപ്പോഴാണോ ഫംഗ്ഷൻ ഈ റിക്കർസീവ് ഫംഗ്ഷൻ ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ അതൊരു ഫംഗ്ഷൻ ലൈക്ക് ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും ഇൻഫൈനൈറ്റ് ആയിട്ട്. സോ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ കാണും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ബേസ് കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ ആണോ? അപ്പം നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഓക്കെ, റിക്കർഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു ഇത് ഞാൻ പറയാം. അതായത് ഇപ്പം ABCD, ഓക്കെ, ABCD എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ഞാൻ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റ് ഹൈ. എന്താണ് പ്രിന്റ് ഹലോ. എന്നിട്ട് ഞാൻ എന്താണ്, നമ്മൾ ഫംഗ്ഷൻ്റെ എന്താ പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഓക്കെ, ഇനി പുറത്തൊരു കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കാണും അല്ലേ, പുറത്തൊരു കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും കാണും കേട്ടോ. നമ്മൾ പുറത്ത് ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് കൺട്രോൾ പോകത്തുള്ളൂ. സോ ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും,
നിങ്ങൾ ഇപ്പം നിങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ആക്ച്വലി ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെർമിനലിൽ കിട്ടിയേക്കുന്ന ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തേക്കുന്ന ഹെലോസ് ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര തവണ ഹെലോ പ്രിന്റ് ആയിട്ടുണ്ട് നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് മനസ്സിലാവും. ഐ തിങ്ക് അറൗണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അറൗണ്ട് 1000 ടൈംസ് ഇവിടെ ഹെലോ പ്രിന്റ് ആയിട്ടുണ്ടാവും. അതായത് റിക്കർസീവ് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രീവിയസ് ലൈൻ റിപ്പീറ്റഡ് 996 മോർ ടൈംസ്. സോ അറൗണ്ട് 1000 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹെലോ പ്രിന്റ് ആയിട്ടുണ്ട്. സോ ഒരു ബേസ് കണ്ടീഷൻ വെച്ചിട്ട് അതായത് ഒരു സ്റ്റോപ്പ് ചെയ്യാൻ ഒരു കണ്ടീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇവിടെ എന്താണ് ഹലോ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് റിക്കർഷൻ നിൽക്കാതെ നമ്മുടെ മെമ്മറി ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലായിടത്തും പൈത്തണിനകത്ത് നോർമലി നമുക്കൊരു 1000 ടൈംസ് ഒക്കെ അത് ഓൾറെഡി സെറ്റാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെമ്മറി ഫുള്ളായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മെമ്മറി ഫുള്ളായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് 1000 ടൈംസ് ആയിരിക്കും ഓൾമോസ്റ്റ് പ്രിന്റ് ആവുന്നുണ്ടാവുക. ദെൻ ഇനി കറക്റ്റായിട്ട് റിക്കർഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം. അതാണ് ഓക്കെ. ഫൈൻഡ് ദി ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. Factorial of a number using recursion. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് റിക്കർഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ കോഡ് എഴുതാം, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. റിക്കർഷൻ എനിക്ക് അറിയത്തില്ല റിക്കർഷൻ എത്രമാത്രം എന്താണ് എത്രമാത്രം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ റിക്കർഷൻ ഫാക്ടോറിയലിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല എത്രമാത്രം അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത്. പക്ഷെ ഞാൻ മാക്സിമം എനിക്കൊന്നും അത് കുറച്ചും കൂടെ ഒരു ബോർഡിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും ഇച്ചിരിയും കൂടെ എളുപ്പമാവുന്നത്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. Turn 1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പം എന്താണ് ഞാനിപ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കമൻറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. അതായത് ഇതൊരു സ്റ്റാക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മുടെ ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ്റെ നെയിം എന്ന് പറയുന്നത് ഫാക്ടോറിയലാണ്. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിം എന്താണ്, ഫാക്ടോറിയലാണ്. ദെൻ എന്താണ് ഇവിടെ ആർഗ്യുമെൻ്റ് ഉണ്ട്, ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടല്ലേ. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 റിട്ടേൺ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ്റെ അതായത് പ്രിന്റ് ഓഫ് ഫാക്ടോറിയൽ 5 എന്നുള്ള നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഫംഗ്ഷൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകും, ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലോട്ട്, ലൈൻ നമ്പർ 5 ഫംഗ്ഷൻ്റെ കൺട്രോൾ പോകും, ഡെഫിനിഷനിലോട്ട് പോകും. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാം. ഫാക്ടോറിയൽ ഓഫ് 5 ആണല്ലേ. അപ്പം 5 എന്നുള്ള ആർഗ്യുമെൻ്റ് വെച്ചിട്ടാണ് ഫംഗ്ഷൻ കോൾ ചെയ്തത്. സോ എന്തിലോട്ട് പോയി, ഫംഗ്ഷൻ്റെ കൺട്രോള് ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോയി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായെന്നറിയോ, നമ്മൾക്ക് 5 വെച്ചിട്ടല്ലേ നമ്മൾ കോൾ ചെയ്തത്. സോ എന്നിൻ്റെ വാല്യൂ 5 ആയി. എന്നിൻ്റെ വാല്യൂ 5 ആയി. ഇനി അകത്തോട്ടേക്ക് വന്നു. നമുക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ?
ഓക്കെ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? 1 സെക്കൻഡ്. അപ്പം 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല അല്ലേ. അപ്പോൾ എൽസ് കണ്ടീഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നുണ്ടാവുക. റിട്ടേൺ n സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. എന്തായിരുന്നു നമ്മുടെ n? 5 ആണല്ലേ. സോ റിട്ടേൺ 5 സ്റ്റാർ 5 ഫാക്ടോറിയൽ ഓഫ് 5 മൈനസ് 1, ദാറ്റ് ഈസ് ഫാക്ടോറിയൽ ഓഫ് 4. ഫാക്ടോറിയൽ ഓഫ് 4 ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഓക്കെ ഫാക്ടോറിയൽ ഓഫ് 4 ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് കറക്റ്റായിട്ട് അതായത് ഫംഗ്ഷൻ റൺ ആയി നമുക്കൊരു കറക്റ്റായിട്ടൊരു വാല്യൂ റിട്ടേൺ ആയിട്ടുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തുവാ? 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. നമുക്കൊരു വാല്യൂ കിട്ടിയോ? ഒരു വാല്യൂ റിട്ടേൺ ചെയ്തോ ഫംഗ്ഷൻ? ഇല്ല. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തുവാ? 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഫാക്ടോറിയൽ എന്നുള്ള എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിം ആണല്ലേ. ഫംഗ്ഷൻ്റെ നെയിമും പാരന്തസിസും വെച്ച് ഫംഗ്ഷൻ ഇവിടെ എഗെയിൻ കോൾ ചെയ്യപ്പെട്ടേക്കുന്നു. ലൈൻ നമ്പർ 9ൽ റിട്ടേൺ n സ്റ്റാർ ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. അപ്പോൾ ആ ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഫംഗ്ഷൻ എഗെയിൻ കോൾ ചെയ്യും. എങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്? ഫംഗ്ഷൻ്റെ നെയിം ബ്രാക്കറ്റിനകത്ത് വാല്യൂ അല്ലെ, ആർഗ്യുമെൻറ്റ്. അപ്പം ഇവിടെ എന്താണ്? ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ആവുന്നില്ല. കറക്റ്റായിട്ടൊരു വാല്യൂ നമുക്ക് റിട്ടേൺ ആവുന്നില്ല. നമുക്ക് വന്നേക്കുന്നത് എന്തുവാ? 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. ആ ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്? ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെട്ടു. ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുമ്പോൾ എഗെയിൻ ഫംഗ്ഷൻ എവിടോട്ട് പോകും? ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് വീണ്ടും പോകും. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? എന്നിൻ്റെ വാല്യൂ 4 ആണ്. ഓക്കെ, ഇപ്പം എന്നിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. അപ്പം അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എഗെയിൻ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല അല്ലേ. അപ്പോൾ എൽസിലോട്ട് പോകുന്നു. റിട്ടേൺ എന്താണ്? റിട്ടേൺ 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 ആണ് നമുക്ക് റിട്ടേൺ ആവുന്നത്. അല്ലാതെ ഒരു വാല്യൂ ആയിട്ട് റിട്ടേൺ ആവുന്നില്ല. എക്സാക്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല ഫംഗ്ഷൻ. ഓക്കെ, ഓക്കെ, ഇനി എന്താണ്? എഗെയിൻ എന്ത് സംഭവിച്ചു? ഇവിടെ വെച്ച് വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെട്ടു അല്ലേ. ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയുന്നത് എന്താ? എഗെയിൻ ഫംഗ്ഷൻ്റെ കോളിംഗ് അല്ലേ. നമ്മൾ ഇവിടെ എങ്ങനെയായിരുന്നു ഫംഗ്ഷൻ കോൾ ചെയ്തത്? ഫാക്ടോറിയൽ ഓഫ് 5 അല്ലേ. അതുപോലെ ഇവിടെ ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അകത്ത് തന്നെ. അതുകൊണ്ടാണ് റിക്കർഷൻ സംഭവിക്കുന്നത്. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അകത്ത് വെച്ച് തന്നെ വീണ്ടും വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുവാണ്. അപ്പോൾ എഗെയിൻ ഇതിങ്ങനെ ലൂപ്പ് പോലെ എന്നിൻ്റെ വാല്യൂ മാറി മാറി ഇതിങ്ങനെ എന്താണ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുകയാണ്. അപ്പം അടുത്തത് എന്താണ്? ഫംഗ്ഷൻ്റെ വാല്യൂ. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 3 ആണല്ലേ. അപ്പം എഗെയിൻ 3 ഇങ്ങോട്ടേക്ക് പോകും. ഫാക്ടോറിയൽ ഓഫ് 3 ആയി. ദെൻ ഇഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രം 1 റിട്ടേൺ ചെയ്യാം. പക്ഷെ അല്ലേ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ എൽസ് കണ്ടീഷൻ. അപ്പോൾ എന്താ അടുത്തെന്താവും? 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓട്ടോ സജഷൻസ് ഫോളോ ചെയ്യാതെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തന്നെ വിടുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഓട്ടോ സജഷൻസ് വരുന്നത് ജസ്റ്റ് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കോഡ് അതുപോലെ വരുന്നതാണ്. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ പറയുന്നതിനനുസരിച്ചിട്ട്. ഇനി അതുപോലെ എന്നിൻ്റെ വാല്യൂ എന്താവും? 2 ആവും അല്ലേ. അപ്പം ഞാനിവിടെ ടാബ് പ്രസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് ആ വാല്യൂ അവിടെ കിട്ടി. 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. ഇനി അടുത്ത് എന്താ സംഭവിക്കുക? എൻ്റെ വാല്യൂ എന്തായി? അടുത്തതായിട്ട് എന്നിൻ്റെ വാല്യൂ എന്തായി? 1 ആയല്ലേ. അപ്പം എന്താണ്? എന്നിൻ്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫാക്ടോറിയൽ ഓഫ് 1 ആയി. ഡെഫിനിഷനകത്ത് ഫാക്ടോറിയൽ ഓഫ് 1 ആയി. അവിടെ ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ 1. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലേ. 1 ഒന്നെങ്കിൽ 1ന് ഈക്വൽ ആവണം, അല്ലെങ്കിൽ ലെസ് ദാൻ ആവണം. സോ 1 ഈക്വൽ ടു 1 ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ മതി അല്ലേ. സോ 1 ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എന്ത് കിട്ടി? 1 എന്നുള്ള വാല്യൂ തന്നെ, ഒരു എക്സാക്ട് വാല്യൂ നമുക്ക് റിട്ടേൺ കിട്ടി. ഓക്കെ, എന്താ സംഭവിച്ചത്? അടുത്ത സ്റ്റെപ്പിൽ റിട്ടേൺ 1. ഓക്കെ, ഫംഗ്ഷൻ എന്ത് ചെയ്തു? 1 എന്നുള്ള വാല്യൂ നമുക്ക് റിട്ടേൺ തന്നു. ഇവിടെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് എന്ത് നമുക്ക് 1 എന്നുള്ള ഒരു എക്സാക്ട് വാല്യൂ നമുക്ക് ഫംഗ്ഷൻ റിട്ടേൺ തരുന്നത്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, ഫംഗ്ഷൻ എപ്പോഴായാലും ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്തു കഴിഞ്ഞാൽ ആ വാല്യൂ പിന്നെ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്?
ഓക്കെ, വെനവർ ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ, അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് പോകുന്നത് പ്രീവിയസ്ലി ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യപ്പെട്ടത് അവിടോട്ടാണ്. ഓക്കെ, ഫംഗ്ഷൻ എവിടെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അവിടെയാണ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ആവുന്നത്. സോ പ്രീവിയസ് ആയിട്ട് ഇതിനു മുന്നേ ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യപ്പെട്ടത്? എവിടെ? ഫാക്ടോറിയൽ ഓഫ് വണ്ണിലാണല്ലേ. ഫാക്ടോറിയൽ ഓഫ് വണ്ണിൽ ആണ് ഫംഗ്ഷൻ അവസാനമായി കോൾ ചെയ്യപ്പെട്ടത്. ആ വാല്യൂ ഇനി എന്തായി മാറുന്നു? നമുക്ക് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത വാല്യൂ ആയി മാറുന്നു. ഓക്കെ, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത 1 എന്നുള്ള വാല്യൂ എവിടോട്ടാണ് പോകുന്നത്? പ്രീവിയസ്ലി ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യപ്പെട്ടോ അവിടെ. അപ്പോൾ ഇനി ഫാക്ടോറിയൽ ഓഫ് 1, ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാന്ന് പറയാം, നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വന്നു. ഇനി നമ്മൾ വന്ന് അതേ സ്റ്റെപ്പ് വഴി ബാക്കിലോട്ടേക്കാണ്, ഇത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടോട്ട് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഈ ഫാക്ടോറിയൽ 1ന് പകരം ഇനി എന്ത് സംഭവിക്കും? ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത വാല്യൂ ആയിട്ടുള്ള 1 വരും. നമുക്കത് മാറ്റി അതിന് പകരം 1 കൊടുക്കാം. അപ്പോൾ 2 അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, 2 × 1. സോ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. ഇപ്പം നമുക്ക് അടുത്ത വാല്യൂ റിട്ടേൺ കിട്ടി. അതെന്താണ്? 2 ആണ്. ആ 2 എവിടോട്ടാണ് പോകുന്നത്? ഫംഗ്ഷൻ പ്രീവിയസ്ലി കോൾ ചെയ്യപ്പെട്ടത് എവിടാ കോൾ ചെയ്യപ്പെട്ടത്? ഫാക്ടോറിയൽ ഓഫ് 2 അല്ലേ. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 2 എന്ന സ്ഥലത്താണ് ഫംഗ്ഷൻ പ്രീവിയസ്ലി കോൾ ചെയ്യപ്പെട്ടത്. ആ ഫാക്ടോറിയൽ ഓഫ് 2ന് പകരം ഇപ്പോൾ റിട്ടേൺ കിട്ടിയ വാല്യൂ ആയിട്ടുള്ള 2 വരും. 3 × 2 എത്രയായി മാറി? 6 ആയി മാറി. ഓക്കെ, ഇനി ഈ 6 എങ്ങോട്ട് പോവും? ഫംഗ്ഷൻ പ്രീവിയസ്ലി കോൾ ചെയ്യപ്പെട്ടത് എവിടാണ്? ഫംഗ്ഷൻ പ്രീവിയസ്ലി കോൾ ചെയ്യപ്പെട്ടത് ഫാക്ടോറിയൽ ഓഫ് 3യിലാണ്. ഈ 6 എങ്ങോട്ട് പോവും? ഫാക്ടോറിയൽ ഓഫ് 3യിലോട്ട് പോവും. അവിടെ എന്ത് കിട്ടി? 6 കിട്ടി. 4 * 6 എത്ര? 4 × 6 is 24. ഈ 24 എങ്ങോട്ട് പോവും? ഫംഗ്ഷൻ പ്രീവിയസ്ലി കോൾ ചെയ്യപ്പെട്ട ഫാക്ടോറിയൽ ഓഫ് 4ലോട്ട് പോവും. ദാറ്റ് ഇസ് 5 * 24 which is equal to 120 അല്ലേ, which is equal to 120. അപ്പം ഇപ്പം നമുക്ക് ഫൈനലി റിക്കർഷൻ സംഭവിച്ചതിന് ശേഷം ഫൈനലി നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എത്രയാണ്? ഫൈനലി നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 120 ആണ്. ഈ 120നെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എവിടെ ശരിക്കും മെയിനായിട്ട് കോൾ ചെയ്യപ്പെട്ടത്? ഇവിടെ ആണല്ലേ. അതായത് പ്രിൻറ്റ് ഫാക്ടോറിയൽ 5. ഇവിടെ നമ്മൾ 5 എന്നുള്ള ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെട്ടപ്പോഴാണ് എന്താണ് ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ കൺട്രോൾ ഡെഫിനിഷനിലോട്ട് പോവുകയും പിന്നീട് ഡെഫിനിഷനിൽ റിക്കർഷൻ നടന്ന് ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ, അതായത് ഒരു കണ്ടീഷൻ വരുന്നത് വരെ നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് വാല്യൂ 1 റിട്ടേൺ ചെയ്യുന്നത് വരെ റിക്കർഷൻ നടന്നത് എപ്പോഴാണ്? നമ്മളിവിടെ പ്രിൻറ്റ് ഫാക്ടോറിയൽ ഓഫ് 5 ഇവിടെ വെച്ച് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് മെയിനായിട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തത് ഇവിടാണ്. അതിന് ശേഷമാണ് ഡെഫിനിഷനിലോട്ട് പോയി അതിനകത്ത് വെച്ച് ഫംഗ്ഷൻ 5 തവണ കോൾ ചെയ്യപ്പെട്ടത്. സോ ഇപ്പോൾ നമുക്ക് ഫൈനൽ റിക്കർഷന് ശേഷം കിട്ടിയ ഈ 120 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ മെയിനായിട്ട് ഫംഗ്ഷൻ എവിടെ വെച്ച് കോൾ ചെയ്തു? ഫാക്ടോറിയൽ ഓഫ് 5ലാണല്ലേ, അവിടോട്ട് പോയി സ്റ്റോർ ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ഫാക്ടോറിയൽ ഓഫ് 5ന് പകരം അവിടെ എന്താവും? 120 ആവും. അപ്പോൾ പ്രിൻറ്റ് ഓഫ് 120 എന്ത് കിട്ടും? പ്രിൻറ്റ് ഓഫ് 120 വിൽ റിസൾട്ട് 120. നമുക്ക് 1 സെക്കൻഡ്, എന്താണ് എറർ സംഭവിച്ചത്? പ്രിൻറ്റ് ഫാക്ടോറിയൽ ഓഫ് 5. 1 സെക്കൻഡ്, ഞാൻ എന്താ എറർ വന്നതെന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താണ്, എല്ലാം കറക്റ്റ് ആണല്ലോ. ഫാക്ടോറിയൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഫാക്ടോറിയൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫാക്ടോറിയൽ സ്പെല്ലിംഗ് എറർ വല്ലതും വന്നിട്ടുണ്ടോ? ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാവേ.
ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടി, എറർ ഒന്നും ഇല്ല. ഒന്നും കൂടെ റൺ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയത്, വേറെ എന്തോ ഒരു പ്രശ്നമായിരുന്നു. സോ എന്താണ്, ഇത്രയാണ്. അതായത് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ മെയിനായിട്ട് അതായത് ഇങ്ങനെ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുന്നു. ഫംഗ്ഷൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകുന്നു, ഡെഫിനിഷനിലോട്ട് പോകുന്നു. ഡെഫിനിഷനിലോട്ട് പോകുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഇനീഷ്യലി 5 ആവുന്നു. ഈ ഇഫ് കണ്ടീഷൻ ചെക്ക് ആവുന്നു. ഇഫ് നടക്കാത്തത് കൊണ്ട് എൽസിലോട്ട് പോകുന്നു. 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 വരുന്നു. നമുക്ക് ഫംഗ്ഷൻ കറക്റ്റായിട്ടൊരു വാല്യൂ റിട്ടേൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെയ്യുന്നുമില്ല, അതിൻ്റെ കൂടെ ഫംഗ്ഷൻ അഗെയിൻ കോൾ ചെയ്യപ്പെടുന്നു ഇവിടെ വെച്ച്. സോ ഫംഗ്ഷൻ അഗെയിൻ കോൾ ചെയ്യപ്പെടുന്നു, എന്നിൻ്റെ വാല്യൂ 4 ആവുന്നു. അങ്ങനെ ഓരോ വട്ടവും ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുന്നു. അവസാനം n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ദാറ്റ് ഇസ് 1, എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വന്നപ്പോൾ നമുക്കൊരു വാല്യൂ അവിടെ റിട്ടേൺ ആയി, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ആയി. ഓക്കെ, അത് എവിടോട്ട് പോകുന്നു, ലാസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ എവിടെ വെച്ച് കോൾ ചെയ്യപ്പെട്ടു അവിടോട്ട് പോകുന്നു. അങ്ങനെ തിരിച്ചു പോയി അവസാനം മെയിൻ ഫംഗ്ഷൻ എവിടെ വെച്ച് കോൾ ചെയ്യപ്പെട്ടോ, ഫംഗ്ഷൻ മെയിൻലി എവിടെ വെച്ച് കോൾ ചെയ്യപ്പെട്ടോ അവിടോട്ട് ആ വാല്യൂ സ്റ്റോർ ആവുന്നു, പ്രിന്റ് ആവുന്നു. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ 4 ആണ് സംഭവിക്കുന്നത്, പറയും 6 ആണ് സംഭവിക്കുന്നത്, 6 ആണ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് ജസ്റ്റ് പറയാം. എന്താ സംഭവിക്കുന്നുണ്ടാവുക, നമുക്ക് വാല്യൂ കിട്ടിയല്ലേ 720. അതായത് ഇവിടെ 6 ആണെങ്കിൽ എന്താ സംഭവിക്കുക, 6 ആണെങ്കിൽ ഇനീഷ്യലി 6 ആണ്. അപ്പം എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോകുന്നു. എന്നിൻ്റെ വാല്യൂ എന്താണ്, 6 എന്നുള്ള വാല്യൂ എന്നിലോട്ട് പാസ്സാവുന്നു അല്ലേ. നമ്മൾ പഠിച്ചതാണല്ലേ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള 6 എന്നുള്ള വാല്യൂ n എന്നുള്ള ഫോർമൽ ആർഗ്യുമെൻറ്റ്, അതായത് ആ വേരിയബിളിലോട്ട് സ്റ്റോർ ആവുന്നു. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, അല്ല, എൽസ് കണ്ടീഷൻ എക്സിക്യൂട്ട് ആവുന്നു. എന്താ സംഭവിക്കുക, 6 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 5 ആണല്ലേ വരാ. അതെ, 6 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 5 ആണ് വരിക അല്ലേ. അങ്ങനെ എന്താണ്, അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പോഴത്തേനും എന്നിൻ്റെ വാല്യൂ എന്താവുന്നു, ഫംഗ്ഷൻ ഫാക്ടോറിയൽ ഓഫ് 5 വരുമ്പം അഗെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുന്നു അല്ലേ. ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുമ്പോൾ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 വരുന്നു. അങ്ങനെ എന്താണ്, വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്തായിരിക്കും എന്നുണ്ടാവുക, ഫാക്ടോറിയൽ ഓഫ് 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4. One second. എന്താണ്, 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 വരുന്നു. അങ്ങനെ 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു, റിട്ടേൺ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ആവുന്നു. ഇനി എഗെയിൻ ഇതെന്താണ്, ഇത് തിരിച്ച് ഇത് നേരെ ബാക്കിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഈ പ്രോബ്ലം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. ലൈക്ക് റിക്കർഷൻ എന്നുള്ള കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ലൈക്ക് എളുപ്പമായിട്ട് റിക്കർഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യനും ഒരു കോഡും കൂടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാം. നിങ്ങളത് മനസ്സിലാക്കാൻ നോക്കുക. ഈ റിക്കർഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ റീവാച്ച് ചെയ്യുക. അതിനുശേഷം അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് വളരെ എളുപ്പമുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം. റിക്കർഷൻ ഫാക്ടോറിയൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് എന്താണ്, പ്രിന്റ് നമ്പേഴ്സ്. ഓക്കെ, പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 1 to 5 ആണ്. ഓക്കെ, ഡിസ്പ്ലേ. ഞാൻ ഈ കോഡ് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതുവാണ്. എന്താണ്, നിങ്ങളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ടൊന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഫാക്ടോറിയലിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും
നിങ്ങൾക്ക് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് എന്താണ് പ്രിൻറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 5 റിക്കർഷൻ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് 1 to 5 വരെയുള്ള നമ്പേഴ്സ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, 1 second. n less than or equal to 5, then return, then return, then print n. Okay, then display n plus 1, display 1. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ്റെ കോഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ സ്വയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ റിവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നും കൂടെ റിവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. Okay, thanks for watching the video.